ഇന്നത്തെ ആധുനിക തൊഴിൽ ലോകം, പ്രത്യേകിച്ചും ഇൻഫർമേഷൻ ടെക്നോളജി മേഖല പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തിളക്കമാർന്നതും ആകർഷകമായ ഒന്നാണ്. ലക്ഷങ്ങളുടെ ശമ്പളം, ആഡംബരപൂർണമായ ഓഫീസുകൾ, വിദേശയാത്രകൾ, ആഴ്ചാവസാനങ്ങളിലെ വിനോദങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഈ തിളക്കത്തിന് പിന്നിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെയും ഉറക്കമില്ലാത്ത രാവുകളുടെയും അങ്ങേയറ്റം വിഷലിപ്തമായ തൊഴിൽ സംസ്കാരത്തിന്റെയും കരിനിഴലുണ്ട്. ഈ കടുത്ത യാഥാർത്ഥ്യം സഹിക്കാനാവാതെ നിരവധി യുവാക്കളാണ് ഇന്ന് തങ്ങളുടെ കരിയർ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നത്. എന്നാൽ മാനസിക സമാധാനത്തിന് വേണ്ടി മാത്രം കൃത്യമായ സാമ്പത്തിക പ്ലാനിങ്ങോ സുരക്ഷയോ ഇല്ലാതെ ജോലി രാജിവെച്ചാൽ ജീവിതം എത്രത്തോളം ദയനീയമായി മാറുമെന്ന് തുറന്നു കാട്ടുന്ന ഒരു യുവാവിന്റെ അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. റെഡിറ്റിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ കുറിപ്പ് കേവലം ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം മാത്രമല്ല, മറിച്ച് ഇന്നത്തെ തലമുറ നേരിടുന്ന കരിയർ സാമ്പത്തിക പ്രതിസന്ധികളുടെ നേർചിത്രമാണ്. മാനസിക സമാധാനത്തിനായി വിഷലിപ്തമായ IT ജോലി ഉപേക്ഷിച്ചു, ഇപ്പോൾ അതിജീവിക്കാൻ റേഷൻ ക്യൂവിൽ നിൽക്കുന്നു. എന്നാൽ ഞെട്ടിക്കുന്ന തലക്കെട്ടോടെയാണ് ആ യുവാവ് തന്റെ അനുഭവം ലോകത്തോട് പങ്കുവച്ചത്. ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടായിരുന്ന, മറ്റുള്ളവർ അസൂയയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കരിയറിൽ നിന്നാണ് യുവാവ് പെട്ടെന്ന് പടിയിറങ്ങിയത്. 2026 ഫെബ്രുവരി 27-നായിരുന്നു ആ നിർണായകമായ തീരുമാനം. ഓഫീസിലെ കടുത്ത രാഷ്ട്രീയവും മേലുദ്യോഗസ്ഥന്മാരുടെ മാനസിക പീഡനവും വ്യക്തിജീവിതത്തിലെ പാടെ ഇല്ലാതാക്കുന്ന തൊഴിൽ സമയവും കാരണം ശ്വാസം മുട്ടിയപ്പോഴാണ് ശമ്പളത്തെക്കാൾ പ്രധാനം സ്വന്തം മാനസിക ആരോഗ്യമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചത്. എന്നാൽ ഈ പടിയിറക്കം ജീവിതത്തെ മറ്റൊരു ദുരന്തത്തിലേക്കാണ് നയിച്ചതെന്ന് യുവാവ് വൈകാതെ തിരിച്ചറിഞ്ഞു. ജോലി രാജിവെക്കുമ്പോൾ യുവാവിന് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. IT മേഖലയിൽ പരിചയസമ്പത്തുള്ളതിനാൽ കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം മറ്റൊരു ജോലി എളുപ്പത്തിൽ കണ്ടെത്താമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ വിപണിയിലെ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ജോലി വിട്ടതിന് ശേഷം തുടർച്ചയായ മാസങ്ങൾ അദ്ദേഹം തൊഴിൽരഹിതനായി തുടർന്നു. ദിവസേന നിരവധി കമ്പനികളിൽ അപേക്ഷിക്കുകയും നിരവധി അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. പല അഭിമുഖങ്ങളും വളരെ മികച്ച രീതിയിലാണ് അവസാനിച്ചത്. എന്നാൽ ഞങ്ങൾ പിന്നീട് ബന്ധപ്പെടാമെന്ന സ്ഥിരം പല്ലവിക്കപ്പുറം ആ കമ്പനികളിൽ നിന്നും ഫോൺ കോളോ ഇമെയിൽ സന്ദേശങ്ങളോ വന്നതേയില്ല. വരുമാനമില്ലാതെ മാസങ്ങൾ നീണ്ടുപോയതോടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം വേഗത്തിൽ തീർന്നുപോയി. പ്രതിദിന ചിലവുകൾക്കും വീട്ടുചിലവുകൾക്കുമായി ഒടുവിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ ഉണ്ടായിരുന്ന പണം വരെ പൂർണ്ണമായും പിൻവലിക്കേണ്ടി വന്നു. ഒരു കാലത്ത് വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടായിരുന്ന വ്യക്തിക്ക് ഒടുവിൽ വിശപ്പടക്കാൻ റേഷൻ കടയിലെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. കുടുംബത്തിന്റെ വലിയ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് പട്ടിണി കിടക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നു. വീട്ടിൽ കാറുണ്ട്, പക്ഷെ പെട്രോൾ അടിക്കാൻ പോലുമുള്ള കാശില്ല എന്ന യുവാവിന്റെ വാക്കുകൾ ഇന്നത്തെ മിഥ്യാധാരണകളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നു. ആസ്തികൾ ഉണ്ടെങ്കിലും ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പണമില്ലാത്ത അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്. നിരന്തരമായ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ യുവാവിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നു. ചുറ്റുമുള്ളവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കാൻ ഉപദേശിക്കുമെങ്കിലും മാസങ്ങളോളം ഫലം കാണാതാകുമ്പോൾ മനസ്സ് തളരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒടുവിൽ അതിജീവനത്തിനായി IT മേഖല പാടെ വിട്ട് മാസത്തിൽ വെറും 25,000 രൂപ ശമ്പളത്തിൽ ഒരു നിർമ്മാണ സ്ഥലത്ത് സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ് ഈ മുൻ IT ജീവനക്കാരൻ ഇപ്പോൾ. ഈ റെഡിറ്റ് പോസ്റ്റ് വൈറലായതോടെ സമാനമായ അനുഭവങ്ങളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. കോർപ്പറേറ്റ് ലോകം വിട്ട് പുറത്തു വരുന്ന പലരും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കമന്റുകളിലൂടെ വ്യക്തമായി. മറ്റൊരു മുൻ IT ജീവനക്കാരൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: IT മേഖലയിലെ വിഷലിപ്തമായ അന്തരീക്ഷം കാരണം 6 മാസം മുൻപ് ഞാൻ ജോലി രാജിവെച്ചു. എന്നാൽ പിന്നീട് മറ്റൊരു ജോലിയും കിട്ടിയില്ല. നിലവിൽ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിൽ ഡെലിവറി പാർട്ണറായി ജോലി ചെയ്താണ് ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നത്. ഉയർന്ന ബിരുദവും സാങ്കേതിക വിജ്ഞാനമുള്ള യുവാക്കൾ പോലും നിലനിൽപ്പിനായി പാർട്ട് ടൈം ജോലികളിലേക്ക് തിരിയേണ്ടി വരുന്ന അവസ്ഥ രാജ്യത്തെ തൊഴിൽ വിപണിയുടെ മാന്ദ്യത്തെ, കോർപ്പറേറ്റ് സമ്മർദ്ദത്തിന്റെ ആഴത്തെയും വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ നെറ്റിസൺസ് 2 ചേരികളായാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒരു വിഭാഗം യുവാവിന്റെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകിയ തീരുമാനത്തെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം അദ്ദേഹത്തിന്റെ അപ്രായോഗികമായ സമീപനത്തെ കഠിനമായി വിമർശിക്കുന്നു. മാനസികാരോഗ്യം വളരെ പ്രധാനമാണ്. എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല. സമാധാനമില്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യമാണ്. വിഷലിപ്തമായ അന്തരീക്ഷത്തിൽ തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ യുവാവ് കടുത്ത വിഷാദ രോഗത്തിലേക്കോ മറ്റ് ആത്മഹത്യാപരമായ ചിന്തകളിലേക്കോ പോകുമായിരുന്നു. ജീവനക്കാരെ വെറും കരിക്കമ്പനികളായി കാണുന്ന കോർപ്പറേറ്റ് സംസ്കാരത്തിനെതിരെ ഇത്തരം പ്രതികരണങ്ങൾ അനാവശ്യമാണ്. മനുഷ്യത്വമില്ലാത്ത തൊഴിലുടമകളെ ഉപേക്ഷിക്കുന്നവർ തന്നെയാണ് നല്ലത്. മറ്റൊരു ജോലി ഉറപ്പാക്കാതെയോ അല്ലെങ്കിൽ അടുത്ത കുറഞ്ഞ 6 മാസത്തേക്കെങ്കിലും ജീവിക്കാനുള്ള കൃത്യമായ സമ്പാദ്യം കരുതാതെയോ ജോലി രാജിവെച്ചത് കടുത്ത മണ്ടത്തരമാണ്. വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വരാനിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ച് യുവാക്കൾ ചിന്തിക്കുന്നില്ല. ഇന്നത്തെ യുവാക്കൾക്കിടയിൽ കരിയർ മാറ്റങ്ങളെക്കുറിച്ചും സ്വന്തം അവകാശങ്ങളെക്കുറിച്ചും വലിയ ധാരണയുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളെ നേരിടാനുള്ള സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തതാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം. പലരും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുമ്പോൾ തന്നെ അത് ആഡംബര ജീവിതശൈലിക്കും EMI-കൾക്കുമായി മാറ്റിവെക്കുന്നു. തന്മൂലം പെട്ടെന്ന് ജോലി ഇല്ലാതാകുന്നു. ഒരവസ്ഥ വന്നാൽ 1 മാസം പോലും മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയാറില്ല. ഒരു ജോലി ഉപേക്ഷിക്കുന്നതിന് മുൻപ് സാമ്പത്തികമായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. കോർപ്പറേറ്റ് സമ്മർദ്ദം താങ്ങാനാവാതെ ജോലി രാജിവെക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. ജോലി രാജിവെക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രതിമാസ ചിലവുകൾ കുറഞ്ഞത് 6 മുതൽ 9 മാസത്തെ തുകയെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ സുരക്ഷിതമായി കരുതിയിരിക്കണം.
തൊഴിൽ വിപണിയിലെ മന്ദത കാരണം പുതിയൊരു ജോലി ലഭിക്കാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുത്തേക്കാം. ജോലിയിലിരിക്കുമ്പോൾ തന്നെ ചെറിയ ഫ്രീലാൻസ് ജോലികളോ കൺസൾട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം ഉറപ്പാക്കുന്നത് പെട്ടെന്നുള്ള തകർച്ചയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. ജോലി രാജിവെക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ അനാവശ്യ ആഡംബരങ്ങളും സബ്സ്ക്രിപ്ഷനുകളും ഒഴിവാക്കി ജീവിത ചെലവുകൾ പരമാവധി കുറയ്ക്കണം. ജോലിയില്ലാത്ത അവസ്ഥ സമൂഹത്തിലും കുടുംബത്തിലും ഉണ്ടാക്കിയേക്കാവുന്ന മാനസിക ബുദ്ധിമുട്ടുകളെയും ചോദ്യങ്ങളെയും നേരിടാൻ മുൻകൂട്ടി മനസ്സിനെ പാകപ്പെടുത്തണം. മാനസികാരോഗ്യവും സമാധാനവും തന്നെയാണ് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അതിൽ യാതൊരു തർക്കവുമില്ല. ഒരു വിഷലിപ്തമായ തൊഴിൽ സാഹചര്യത്തിൽ സ്വന്തം ആത്മാഭിമാനവും ആരോഗ്യവും പണയം വെച്ച് ആരും തുടരേണ്ടതില്ല. എന്നാൽ ആത്മഹത്യാപരമായ തീരുമാനങ്ങളിലൂടെയല്ല അതിനെ നേരിടേണ്ടത്. മേൽപ്പറഞ്ഞ യുവാവിന്റെ അനുഭവം ഒരു വലിയ പാഠമാണ്. പണമില്ലെങ്കിൽ ഈ ലോകം നമ്മെ എത്രത്തോളം ക്രൂരമായി കൈകാര്യം ചെയ്യുമെന്നത് കാണിച്ചു തരുന്നു. മാനസിക സമാധാനം വീണ്ടെടുക്കാൻ ജോലി രാജിവെക്കുന്നത് നല്ലൊരു കാര്യമാണെങ്കിലും അതിനു മുൻപ് കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ഇല്ലെങ്കിൽ നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിച്ച മാനസിക സമ്മർദ്ദത്തെക്കാൾ വലിയൊരു നരകത്തിലായിരിക്കും ജീവിതം നമ്മെ തള്ളിയിടുന്നത്. വികാരത്തിന് അടിമപ്പെടാതെയും വിവേകത്തോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയും വേണം കരിയറിലെ വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ.